ഇടയ്ക്ക് പരിചയപ്പെടാം. ഓക്കെ ബ്രോ, താങ്ക് യു. സ്റ്റെപ്പ് നമ്മളിവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടിപൊളി ഒരു ചേട്ടൻ്റെ പരിചയപ്പെട്ട് എൻ്റെ പേരിലുള്ള സാധനം ഇതെത്ര പറഞ്ഞേ. ഞാൻ വിചാരിച്ചില്ല 1000 ദിവസം ഇങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡമാൻ പോകുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ പോയിട്ടാണ് പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ പോണത്. ബാംഗ്ലൂരിൽ നിന്നാണ് പിന്നെ നമ്മൾ ആൻഡമാനിലേക്ക് പോണത്. അപ്പം ഞാൻ ആദ്യം തൃശ്ശൂർ പുത്തമ്പള്ളി വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്തേന് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു കടിയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുത്തമ്പള്ളിയുടെ തൊട്ട് സൈഡിലുള്ള ഈ JB's എന്ന് പറഞ്ഞ ഈ കടയിൽ നിന്ന് നമ്മളൊരു ചായയും ഒരു പഴംപൊരിയും പറഞ്ഞു. അവിടുത്തെ ബംഗാളി പറഞ്ഞ അപ്പം തന്നെ നല്ലൊരു ചായ. എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു ചായ സത്യം പറഞ്ഞാൽ ഈ അടുത്തൊന്നും ഞാൻ കുടിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ചായക്ക്. ഇനിയിപ്പോൾ എനിക്ക് നല്ല വിഷം വന്നിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. ഒരു ചായയും 2 പഴംപൊരിക്കും മൊത്തത്തിൽ 40 രൂപയാണ് ആയേക്കണത്. ചായയുടെ പൈസയും കൊടുത്തിട്ട് ഞാൻ മെല്ലെ കടയിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടന്നു. ഇനി നേരെ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ പോയിട്ടാണ് ഇതൊക്കെ പരിപാടി. ഞാൻ പോണ വഴിക്ക് എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടാകും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ അല്ലെങ്കിൽ ക്യാമറ പുറത്ത് പിടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ യൂട്യൂബർമാരോടുള്ള പ്രതികരണം എങ്ങനെയാണ് ആളുകൾക്ക് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് പേടി ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ അങ്ങനെ തന്നെ നടക്കുന്ന വഴിക്കും മതിലിൻ്റെ മുകളിൽ ഒരാൾ കയറി നിന്ന് ഇടിച്ചു പൊളിക്കുന്നത് കാണാൻ പറ്റി. ആ സമയത്ത് തന്നെ ഇത്രയും കാലത്ത് തന്നെ ആൾക്കാർ പണിക്ക് പോയി. സമയം ഏകദേശം 8 മണി 8:30 ആവുന്നുള്ളൂ. അപ്പോഴത്തേക്കും പണി തുടങ്ങിയിരുന്നു. ഞാൻ പുത്തമ്പള്ളിയിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇത് വ്ളോഗ് എടുക്കുന്നതായതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന പോലെ അഭിനയിക്കുന്നത് തന്നെ അത് തന്നെ എനിക്ക് തന്നെ കാണുമ്പോൾ ചെറിയൊരു കോമഡി പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ നടക്കുന്നത് ഇപ്പോൾ അവിടെ സൈഡിൽ നമ്മുടെ കൊന്തയും സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കുന്ന ഒരു സ്റ്റോറുണ്ട്, ഒരു സ്റ്റാൾ പള്ളിയുടെ. ആ പള്ളിയുടെ സ്റ്റാളിലേക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. പള്ളിയിലെ സ്റ്റാളിലേക്ക് പോയി അവിടെ ചെന്നിട്ട് 2 കൊന്ത മേടിക്കാനാണ് പോകുന്നത്. 2 അല്ല 3 കൊന്ത മേടിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് സന്തു എന്നാണ് പേര്. അവൻ ഹിന്ദു ആണെങ്കിലും അവന് കൊന്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു കൊന്ത മേടിച്ചിട്ട് വരണമെന്ന്. കൊന്ത വേണം, ബ്ലാക്കോ? ആ 3 എണ്ണമാണ്. ഇതെത്ര പറഞ്ഞേ? 65. സുഹൃത്തുക്കളെ, ഈ ഒരു സ്റ്റാളിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പല ടൈപ്പുള്ള കുരിശുകൾ, ലോക്കറ്റുകൾ, മോതിരങ്ങൾ, രൂപങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി സാധനങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റാളിൽ നിന്ന് അവൈലബിളായിട്ട് കിട്ടും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇതിനകത്ത് ഉള്ളത് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനകത്തെല്ലാം നല്ല പ്രൈസ് ആയിരിക്കുമെന്ന്. പക്ഷേ അത്രയൊന്നുമില്ല. എല്ലാത്തിനും നല്ല പ്രൈസ് കുറവ് തന്നെയാണ് ഇതിനകത്തുള്ളത്. 34 രൂപ ഫ്രഷാണെങ്കിൽ. പിന്നെ നമ്മൾ ബണ്ടിലായിട്ട് എടുക്കുന്നത് 45 രൂപ വരും. ബണ്ടിലായിട്ട് മീൻസ് ഈ സ്റ്റിക്ക്, ഈ കേസ് ഇല്ലേ, ഈ കേസ്, പിന്നെ അതിൻ്റെ പൗച്ച്. ഇത് ചാർജ് എന്തോരം ടൈമിങ് നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു 100 മിനിറ്റ് വേണ്ടി വരും. കിട്ടുന്നതൊരു 35-40 മിനിറ്റ്. എക്സ്ട്രാ ബാറ്ററീസ് വേണം. എക്സ്ട്രാ ബാറ്ററീസ് ഇല്ലെങ്കിൽ ഇത് അങ്ങനത്തെ താല്പര്യം അങ്ങനെ നിങ്ങൾ നാളെ വേണ്ട. ഞാൻ ഇത് കഴിയുമ്പോൾ അങ്ങനത്തെ ഫുൾ ടൈം യൂട്യൂബ് പറഞ്ഞു തരാം. എന്താ പേര്? ബേസിക് ഡ്രീംസ്. ബേസിക് ഡ്രീംസ് പേര് ബേസിക്. എൻ്റെ പേര് ബേസിലാണ്. പാലക്കാട്. ബേസിക് നമ്മൾ ആൻഡമാനിലേക്ക് പോകും. ഇന്നൊരു വൈകുന്നേരം ഫ്ലൈറ്റ്. അതാണ് അവിടെ എന്താ പരിപാടി? അവിടെ നേരത്തെ ബ്ലോഗ് ചെയ്യാൻ പോണതാ. നേരത്തെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായി. കുറച്ച് ലോക്കൽസിനൊക്കെ അറിയാം. അത് ബേസിൽ പോണതാ. ആൻഡമാനിൽ നിന്നിട്ട് വേറെ നോർത്ത് ഈസ്റ്റിലേക്ക്. അവിടെ പക്ഷേ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ അലോഡല്ല. അവിടെ നിയമങ്ങൾ ഭയങ്കര വ്യത്യാസം. നമ്മുടെ അടുത്ത് കുറച്ച് നിയമങ്ങളില്ല. അറിയാൻ പറ്റില്ല. ഐലൻഡ് കുറേ ഉണ്ട്. 570 ഐലൻഡ് ഉണ്ട്. പക്ഷേ നമ്മൾ ഹോൾട്ടായിട്ട് പുറത്ത് കൊടുക്കാൻ പാടില്ല. എൻഡിങ് ക്യാമ്പിങ് ഒന്നും അറിയില്ല. ചില ഐലൻഡിലേക്ക് ഒന്നും പോകാനും പറ്റില്ല. ഫ്ലൈറ്റ് 8:50 വൈകിട്ട്. ഫോട്ടോസ് നല്ലൊരു വ്ളോഗായിട്ട് തിരിച്ചെത്തും. താങ്ക് യു. ഫോളോ ചെയ്യാം കേട്ടോ. ബേസിക് ഡ്രീംസ് അല്ലേ? അത് മാത്രമല്ല വേറെ ഒന്നും. നോക്കി എൻ്റെ പേരിൽ വേറെ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഒറ്റ സർക്കിൽ കിട്ടണ്ടേ? മറ്റേ ഇപ്പോഴത്തെ പേരങ്ങ കുറേ ടൈപ്പ് പേരുകളുണ്ട്.
നമ്പറൊക്കെ ഇടേ 1 2 3 K21 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് ബേസിക് ഡ്രീംസ് ഒന്നും മാത്രമല്ലോ വീട് എവിടെ പാലക്കാട് അല്ലേ? അല്ല ഉള്ളിലായിട്ടാ. മറ്റിവിടെ പോണ വഴിയാണോ? എവിടെ? പാലക്കുഴിക്ക് അറിയോ? കേട്ടിന് ഞാൻ. പാലക്കുഴിക്ക് പോണ വഴി അവിടെ ടിക്കറ്റ് ഫ്രീ എടുത്ത് കഴിഞ്ഞല്ലോ. അത് വടക്കഞ്ചേരി വിലയുണ്ട്. എൻ്റെ ചേട്ടത്തി എവിടെ എവിടെയാണ് മമ്പാട്. മമ്പാടില്ലേ? മമ്പാടിനടുത്താ. വലിയ ദൂരമൊന്നുമില്ല. നല്ല തുടങ്ങിയിട്ടുള്ളൂ. 85 സെൻറ്റീൻസ് ഇതാണ് പേര്. കുറച്ച് വീഡിയോസ് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. തുടങ്ങിയിട്ടില്ല. ഇന്ത്യ കഴിഞ്ഞ് പിന്നെ നേപ്പാൾ അടിക്കാനുള്ളൊരു ഇതാണ്. ഇൻസ്റ്റയിലുണ്ടോ? ഇൻസ്റ്റയിലുണ്ട്. എന്താ പേര്? ബേസ് പിന്നെ അല്ല, സോളിൻ ബേസ് എന്നാണ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കേട്ട് വരണുള്ളൂ. ഞാൻ ഫോളോ ചെയ്യാൻ മെസ്സേജ് ചെയ്യാം. നമുക്ക് ഇടയ്ക്ക് പരിചയപ്പെടാം. ഓക്കെ ബ്രോ, താങ്ക് യു. പേരെങ്ങനെ? ദിലീഷ് ആലപ്പാട്ട് നിന്നാണ് ഉണ്ടാവും. വീട്ടിലുണ്ടാ? അല്ല ഇതിൻ്റെ നമ്മൾ അടിപൊളി ഒരു ചേട്ടൻ്റെ പരിചയപ്പെട്ട്. ഞാൻ വിചാരിച്ചില്ല ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വലിയൊരു അറിയില്ല, സംഭവത്തിന് നൈസായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്, ക്ലോക്ക് ടവർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. തൃശ്ശൂർ ജില്ലയിലുള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സംഭവം. ഈ പള്ളിയുടെ മുകളിൽ ടവർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് കയറുന്നതിന് 30 രൂപ ചാർജ്. നമുക്ക് പോയി നോക്കാം. ക്യാമറ അലോഡാണോ എന്ന് അറിയില്ല. ക്യാമറ കാണുമ്പോൾ നാണെന്ന് തോന്നുന്നുണ്ട്. എന്താ ബസിലിക്ക കമ്മ്യൂണിറ്റി സെൻറ്റർ എൻ്റെ പേരിലുള്ള സാധനം. നമ്മുടെ ബാഗ് ഏകദേശം ഒരു കറക്റ്റ് 14.5 കിലോ ഉണ്ട്. 15 കിലോയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് പോണത്. ഈ വഴിയാണ് നമുക്ക് ചെല്ലുന്നത്. നമുക്ക് റോഡ് സൈഡുകൾ വന്നാൽ ഈ വഴിയിൽ കയറാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് എളുപ്പത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല റോഡിൽ ചുറ്റിയിട്ട് ആ വഴിയിൽ നിന്ന് വരേണ്ടി വരും. അതാകുമ്പോൾ ഇത്തിരി ലോങ്ങാണ്. പക്ഷെ നമ്മളിപ്പോൾ നിന്ന പള്ളിയിൽ നിന്നാണെങ്കിൽ ഇത്രേ ഉള്ളൂ വരാൻ. അപ്പോൾ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിലുള്ള ക്ലോക്ക് ടവറാണ്. ഗൂഗിൾ പേ ഇല്ല അല്ലേ? ബൈബിൾ ടവർ ഓൾമോസ്റ്റ് തൃശ്ശൂർ ജില്ല മൊത്തം കാണാൻ പറ്റില്ലേ? സ്റ്റെപ്പ് നമ്മളിവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് പ്രവേശനമില്ല. 26 നിലയുണ്ടല്ലേ? 260 അടിയാണ്. 260 ഇത് ഞങ്ങൾ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടൊരു സംഭവമാണ്. ജസ്റ്റ് 30 രൂപയുള്ളൂ. എല്ലാവരും തൃശ്ശൂർ വരുന്നവർ കയറാണ്ട് പോയത്. അത്ര നല്ല സ്ഥലമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പള്ളിയുടെ ഹൈറ്റ് കണ്ടിട്ട് അടിപൊളി വ്യൂ ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. 5ാം നിലയിലെത്തി. വ്യൂ നോക്കാം പള്ളിയുടെ. ഓ ഗൈസ്, ഓ അടിപൊളി ഗൈസ്. ഓ തൃശ്ശൂരിയുടെ വ്യൂ ആണ് ഗൈസ്. 360 ഡിഗ്രി വ്യൂ. ജനാല തുറന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷെ ആള് പറഞ്ഞത് തിരിച്ചടക്കണം എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ വ്യൂ? ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയുടെ ഒരു പകുതി എങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് 360 ഡിഗ്രി ആയിട്ട് സംഭവം പറഞ്ഞത്. നമ്മുടെ ക്യാമറ പോലെ തന്നെ ഉണ്ടോ? 360 ഡിഗ്രിയിലാണ് ഈ തൃശ്ശൂരിലെ ഈ ക്ലോക്ക് ടവർ, ബൈബിൾ ടവർ എന്ന് പറഞ്ഞ ഈ ടവർ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളാണ്. ഓരോ കാലഘട്ടത്തെ ബൈബിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു ബൈബിൾ ഇവിടെ ഉണ്ട്, കിൻഡർ ഗാർഡൻ ബൈബിൾ. ഇത് കുട്ടികൾക്കായിട്ടുള്ള കഥകൾ, ദൈവത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലുള്ള വലിപ്പം കണ്ടോ? 1811 തൊട്ട് 2011 വരെയുള്ള എഡിഷനാണ് ഇതിനകത്തുള്ളത്. കുറേ കഥകളൊക്കെ ഉള്ള ബൈബിളുകൾ വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇത് നേപ്പാളി ഭാഷയിൽ എഴുതിയേക്കണതുണ്ടോ? നേപ്പാളി ബൈബിളാണിത്. കറക്റ്റ് പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലാണ് കാണാൻ തന്നെ. ഇതൊരു നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് ഇതാ
കന്നഡയാണെന്ന് തോന്നുന്നുണ്ട്, പഞ്ചാബിയിൽ. പല ടൈപ്പ് ബൈബിളുണ്ട്. പിന്നെ ഈ വ്യൂ തന്നെ കണ്ടില്ലേ, ഈ വ്യൂ തന്നെ നമുക്കൊരു വെറുത്താണെന്ന് പറയാം. നമ്മളിപ്പോൾ കണ്ട പള്ളി ഇത് ഈ ടവറിനെക്കാട്ടി താഴെയാണ്. അപ്പം തന്നെ ഇതിനൊരു ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് ചുറ്റും ബൈബിൾ വെച്ചിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ ബൈബിളൊക്കെ ചില ബൈബിളൊക്കെ നല്ലോണം അത്യാവശ്യം കീറി പഴക്കം ചേർന്ന ബൈബിളാണ്. എന്നാലും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 1851 എഴുതിയേക്കണ ബൈബിളാണ് സംഭവം. പേപ്പറൊക്കെ നോക്ക്, ചെറിയ കനം. അന്നൊക്കെ ഇങ്ങനെ പ്രിൻ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1851 എഴുതിയേക്കണത്. ഹംഗറിഷ്. ഇതിൻ്റെ ലിപി തന്നെ നോക്ക്, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരെ താഴത്തേക്കാണ് എഴുതിയേക്കണേ തോന്നുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് താഴത്തേക്കാണോ വായിക്കാന്ന് അറിയില്ല. ഹംഗറിഷ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ, ഹംഗറിഷ് ഭാഷ നേരെ താഴത്തേക്കാണോ എഴുതുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ 9:35 ട്രെയിനിൽ കയറി പോകേണ്ടതാണ് എറണാകുളത്തേക്ക്. ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ ട്രെയിനിങ് സൈഡിൽ ഇവിടെ നിന്നാണ്. കാരണം ഇനിയും നമുക്ക് ഇത്തിരി വൈകി പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രം നമ്മൾ നേരത്തെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈശോൻ്റെ തലയിൽ വെച്ചാൽ നമ്മുടെ മുൾക്കിരീടമില്ലേ, അതിൻ്റെ ഒരു സംഭവമാണ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ. ഈ സംഭവം ചുരുട്ടിയിട്ടൊക്കെ അങ്ങനെ നീട്ടിയിട്ടൊക്കെ ഇങ്ങനെ വായിക്കില്ലേ കൈ പിടിച്ചിട്ട്, ആ ഒരു സംഭവമാണിത്. പല രീതിയിൽ അറബിക്ക്, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, ലാറ്റിൻ, ഗുജറാത്തി എല്ലാ ഭാഷയിലുള്ള ബൈബിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിതൊന്നും തൊടാൻ പോലും പറ്റില്ല. ജസ്റ്റ് ഒരു ഷോ കേസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കണം. പക്ഷെ ഇത് കണ്ടോ, നേരത്തെ ആൾക്കാർ ജനൽ തുറന്നിട്ടിട്ട് അടയ്ക്കാണ്ട് പോയിട്ട് ഈ മഴ പെയ്ത ഫുള്ള് വെള്ളം അതിനകത്താണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെയാണ് സംഭവം ഞാൻ നടക്കണത് തന്നെ. ഇവിടുന്ന് മുകളിലേക്ക് ഇനിയും ഹൈറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. നോ എൻട്രി ആണ് ഇവിടെ. ഈ മതിലുമേ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ആൾക്കാർ കൈ കൊണ്ട് വരച്ചേക്കണതാണ് കേട്ടോ. ഇവിടെ അരമണിക്കൂർ നിൽക്കാനുള്ള സമയമുള്ളൂ. അരമണിക്കൂർ കൊണ്ട് കാണാനുള്ളത് തന്നെ ഉള്ളൂ ഇതിനകത്ത്. തൃശ്ശൂർ ജില്ലയുടെ ഇവിടെ നോക്കി എല്ലാ മലകളും താഴെയാണ്. ഇവിടെ നിന്നൊന്നും ഈ ഒരു ഹൈറ്റ്, ഈ ഒരു പ്ലേസിനെ കാട്ടി മുകളിലേക്ക് വേറൊരു സ്ഥലം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിട്ടാ, അതായത് നമ്മുടെ തൃശ്ശൂർ മെയിൻ സിറ്റിയിൽ ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊള്ളാം. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ശരിടാ, തൃശ്ശൂർ ടൗൺ ഫുള്ള് ഇതിൻ്റെ അടിയിലാണ്. അത്ര ഹൈറ്റ് അത് നിൽക്കണം. ഇവിടെ വന്നിട്ട് ഒരാൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഒരാൾ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്യാമറ പിടിച്ച് പുറത്തിറക്കുമ്പോൾ ഒരാൾ ചോദിക്കണത്. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആളെന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത് എല്ലാം അടിപൊളിയാവട്ടെ. അതിൻ്റെ ഒരു ഫീൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി അവർക്ക് തന്നെ അറിയുള്ളൂ അതിൻ്റെ ഒരു ഫീല്. പിന്നെ ഇത് കണ്ട് ചിലപ്പോൾ ശീലവും. അപ്പോൾ എന്തോ ഒരു ഫീലായി. ഇനി 3 കിലോമീറ്ററാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. അപ്പോൾ ഞാൻ നടക്കുകയാണ് ഗൈസ്. നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് തിരിഞ്ഞു. ഇതൊക്കെ കാണുമ്പോഴാണെങ്കിൽ ചിത്രനെ ഓർമ്മ വരുന്നത്. ചിത്രൻ എന്ത് കഷ്ടപ്പെട്ടാൽ നടക്കണം. ചിത്രം മാത്രമല്ല എല്ലാവരും ഈ ബാഗ് തൂക്കി നടക്കാമെന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ലാതെ എനിക്ക് ഇപ്പോൾ മനസ്സിലായി. സംഭവം പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ബാഗ് തൂക്കി നടക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ്. ഈ സൈഡിൽ കൂടെ പോയാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താൻ പറ്റുക. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി നമുക്ക് ആദ്യം കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. അവിടെ ചെന്ന് നമ്മുടെ ജെറീനെ കണ്ടിട്ട് ജെറീൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ പിന്നെ പോകുന്നത്. ജെറീൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ മഴ പെയ്ത് ഒരു ഉപയോഗമില്ല എന്ന് പറയാമല്ലോ. കാരണം ഇത്രയും മഴ പെയ്തിട്ട് ഇന്ന് കാലത്ത് കൂടി നല്ല മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ ഒരുക്കം. ഈ ഒരുക്കം കാരണം എനിക്ക് വേർത്ത് ഒഴുകിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, അത്രയുണ്ട്. എന്നാൽ വെയിലാണെങ്കിൽ തീരെ ഇല്ലാതാനും. അങ്ങനെ അവസാനം ഇപ്പം നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തെത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരു എറണാകുളം സൗത്ത് റെയിൽവേ ടിക്കറ്റ് ഞാൻ ഒരെണ്ണം എടുത്തു. 45 രൂപയാണ് നമുക്ക് റെയിൽവേ ടിക്കറ്റ് ആയേക്കുന്നത്. എന്തുകൊണ്ടും നമ്മൾ ബസ്സിൽ പോണേക്കാട്ടി നല്ല കാര്യം തന്നെയാണ് ട്രെയിനിൽ പോകുക എന്ന് പറയുന്നത്. പൈസ കുറവുന്നുണ്ട്, സമയം ലാഭമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഗതിയിലൊക്കെ നമ്മൾ ബസ്സിൽ പോയിട്ട് നമ്മളോട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഗൈസ്. അപ്പം നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഇതാണ് ട്രെയിൻ ടിക്കറ്റ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ഇരിക്കുക. ശരിക്കും ഈ ടിക്കറ്റ്
ജനറലിൽ പോണ ആൾക്കാർ അധികം മേടിക്കാറില്ല. കാര്യം TTR ഒരിക്കലും ചെക്ക് ചെയ്യാൻ വരില്ലെങ്കിൽ പോലും എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ടിക്കറ്റ് വേണം, അതുകൊണ്ട് എടുക്കണം. പിന്നെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നമുക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റിന് 20 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അത് പ്ലാറ്റ്ഫോമിൽ നിൽക്കണമെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആരെങ്കിലുമൊക്കെ നമ്മൾ ഒരാൾ ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ് പ്ലാറ്റ്ഫോമിൽ കയറണം എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുക്കാം. പിന്നെ ആ ടിക്കറ്റ് എല്ലാവരും അങ്ങനെ എടുക്കുകയൊന്നുമില്ല, ആർക്കും അങ്ങനെ ചോദിക്കൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് ഇറക്കി വിടും. അപ്പോൾ നമ്മൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടി പോകും. നമ്മുടെ ട്രെയിന് ഡിലേ ആണ്, ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ട്രെയിൻ ഡിലേ ആണ്. അപ്പം നമ്മൾ ആദ്യം പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു വെയിറ്റിംഗ് ഏരിയ കിട്ടും. അവിടെ നമുക്ക് എല്ലാവർക്കും പോയിരിക്കാം. അത്യാവശ്യം നല്ല സീറ്റും ഉണ്ടാവും. പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത് ഉണ്ടാവില്ല, അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെയിറ്റിംഗ് ഹാൾ. ഇത് ജനറൽ ഹാളാണ്. ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട, ഉള്ളിൽ കയറിയിരിക്കാൻ. നല്ല വെയിലത്തു നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ട്രെയിൻ ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയത് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ട് പുറത്തു വരാൻ മതി. അപ്പോൾ